സ്പീക്ക് ഹിന്ദി വിത്ത് ബ്രൈം എന്നുള്ള स्पोकन हिंदी क्लास सीरीज़ 41ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം। स्पीक हिंदी विद ब्राइम नाम के स्पोकन हिंदी क्लास सीरीज़ के 41वें क्लास में लोग एक बार भी स्वागत है। अस्सलाम वालेकुम, नमस्कार, कैसे आप लोग? मैं तो खुशी हूँ, आशा है कि आप लोग भी खुशी होंगे। അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അതേ തുടർച്ച തന്നെ, അതായത് 40ാമത്തെ ക്ലാസ്സിൻ്റെ അതേ തുടർച്ച തന്നെയാണ്. അതുകൊണ്ട് അതിനെ പറയട്ടെ, കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ ആദ്യം കഴിഞ്ഞ ക്ലാസ് പോയി കാണുക, ശേഷം ഈ ക്ലാസ് കാണുക, അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമാകില്ല. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് അല്ലെങ്കിൽ അവസാനമായി പഠിച്ചത് ആ ഒരു ഭാഗത്തേക്ക് ഒന്നുകൂടി നമ്മൾ മടങ്ങുകയാണ്. അതായത് ദുക്കാന്താർ നല്ല കച്ചവടക്കാരൻ അവസാനമായിട്ട് പറയുകയാണ്, ആപ്കി മാം റോസാന ഇതറാത്തി ഹേ, ആപ്കി മാം റോസാന ഇതറാത്തി ഹേ, താങ്കളുടെ അമ്മ സ്ഥിരമായി ഇവിടെ വരാറുണ്ട്. റോസാന എന്ന് പറയുമ്പോൾ ഡെയിലി എന്നുള്ള അർത്ഥമാണ്. റോസാന എന്ന് പറഞ്ഞാൽ ഡെയിലി, റോസ് എന്ന് പറഞ്ഞാലും ഡെയിലി നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ ദൈനിക് എന്ന് പറഞ്ഞാലും, ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം, ദൈനിക് എന്ന് പറഞ്ഞാൽ അത് ഡെയിലി എന്നുള്ള അർത്ഥം തന്നെയാണ്. അതുപോലെ തന്നെ ഹർ ദിൻ, ഹർ ഏക് ദിൻ, എല്ലാ ഓരോ ദിവസവും, എവരി സിംഗിൾ ഡേ എന്നുള്ള അർത്ഥത്തിൽ ഹർ ഏക് ദിൻ എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിയമദ്രോപിസ എന്നുള്ള സ്ഥിരമായി എന്നുള്ളതാണ്. നിയമദ്രോപിസ റെഗുലർലി എന്നുള്ള അർത്ഥത്തിലാണ് നിയമദ്രോപിസ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ റോസാന എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആപ്കി ഇമാം റോസാന ഇതറാത്തി, ആപ്കി എന്ന് പറഞ്ഞാൽ താങ്കളുടെ, ആപ്കി മമ്മാം എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ആപ്പിൻ്റെ ശേഷം കി എന്ന് വന്നത്. ആ ഒരു കാര്യം നമ്മൾ ഇടയ്ക്കൊന്ന് ഓർമ്മിക്കുക എന്ന് മാത്രം. ഇവിടെ മാമിൻ്റെ സ്ഥാനത്ത് ബ്രദർ ആണെങ്കിൽ ആപ്ക ബായി എന്നാണ് വരിക, ആപ്ക ബായി അല്ലെങ്കിൽ ആപ്കെ ബായി എന്നൊക്കെയാണ് വരിക. ആപ്ക പിതാജി എന്നാണെങ്കിൽ ആപ്കെ പിതാജി എന്നാണ് വരിക. പിതാജി എന്നാണ് ബഹുമാനിക്കൊണ്ട്. അപ്പോൾ ഇവിടെ മാം എന്നുള്ള സ്ത്രീലിംഗമായതുകൊണ്ടാണ് നമ്മൾ ആപ്കി എന്ന് വന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് ഇടയ്ക്കൊന്ന് ഓർമ്മിച്ചു മാത്രം, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആപ്കി മാം റോസാന ഇതറാത്തി ഹേ, താങ്കളുടെ അമ്മ, ആപ്കി മാം താങ്കളുടെ അമ്മ, എന്ന് പറഞ്ഞാൽ ഉടേ എന്നുള്ളത്. ആപ്കി മാം താങ്കളുടെ മാം അമ്മ, റോസാന ഡെയിലി ഇതറി ആത്തി ഹേ, ഇവിടെ തന്നെയാണ് വരാറുള്ളത്. ആപ്കി മാം റോസാന ഇതറാത്തി ഹേ, താങ്കളുടെ അമ്മ എന്നും ഇവിടെ തന്നെയാണ് വരാറുള്ളത്. അവിടെയൊന്നും പോകാറുണ്ടാവില്ല, മറ്റു പല കടയിലേക്ക് പോകാറുണ്ട്. പക്ഷേ നമ്മളൊരു കച്ചവടക്കാരുടെ ഇംപ്രഷന് വേണ്ടി അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. താങ്കളുടെ അമ്മയൊന്നും ഇവിടെ തന്നെ വരാറുള്ളത്, അല്ലെങ്കിൽ മറ്റവനെയൊന്നും ഇവിടെ തന്നെയാണ് വരാറുള്ളത് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ആപ്കി മാം റോസാന ഇതറാത്തി ഹേ, താങ്കളുടെ അമ്മ ഇവിടെ തന്നെയാണ് വരാറുള്ളത്. ആപ്കി മാം റോസാന ഇതറാത്തി ഹേ, താങ്കളുടെ അമ്മ ഇവിടെ തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ അത് കേട്ടുകൊണ്ട് മകൻ അല്ലെങ്കിൽ ഗ്രഹക്ക് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ എന്നുള്ളതിന് നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഗ്രഹക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രഹക്ക് അല്ലെങ്കിൽ നമ്മുടെ മോൻ പറയുകയാണ്, മുझे मालूम है कि माम अक्सर इधर ही आती है, मुझे मालूम है कि माम अक्सर इधर ही आती है, मुझे मालूम है എനിക്കറിയാം, കി എന്തെന്നാൽ, കി എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ, ഇനി പറയാൻ പോകുന്ന ആ കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നതിനാണ് ഇവിടെ കി എന്ന് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ കി എന്ന് പറഞ്ഞാൽ ഇൻ്റെ ഉടേ എന്നുള്ള അർത്ഥമൊക്കെയാണ്. കാക്കേക്ക് എന്നുള്ള ആ ഒരു ഗണത്തിലാണ് പറയുന്നത്, ഇൻ്റെ ഉടേ എന്നുള്ളത്. നേരെ മറിച്ച് ഈ ലെഫ്റ്റ് സൈഡ് വള്ളിയിട്ടൊക്കെ ആകുമ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിനാണ് ഈ കീ ഉപയോഗിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ്, ഒന്ന് ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചത് മാത്രം. അപ്പോൾ മുझे मालूम है എനിക്കറിയാം, കീ എന്നാൽ മാം അമ്മ അക്സർ ഇധർ ഹി ആത്തി ഹേ, ഇവിടെ തന്നെയാണ് പറയുന്നത്. അക്സർ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും എന്നുള്ള, സ്ഥിരമായി എന്നുള്ള അർത്ഥമല്ല, അക്സർ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും എന്നുള്ള അർത്ഥമാണ്. ഓഫൺ എന്നുള്ള അർത്ഥത്തിൽ ആണ് ഉപയോഗിക്കുന്നത്. മാം മുझे मालूम है എനിക്കറിയാം, കീ എന്നാൽ മാം അമ്മ അക്സർ അധികം ഇധർ ഹി ആത്തി ഹേ, ഇവിടെ തന്നെയാണ് വരാറുള്ളത്. ഇധർ ഹി ആത്തി ഹേ, ഇവിടെ തന്നെയാണ് വരാറുള്ളത്. അതായത് ആ കീ എന്നുള്ളതിൻ്റെ ആ ഒരു മീനിങ് മനസ്സിലാക്കുക. ഇനി മുझे मालूम है എന്ന് പറഞ്ഞ ശേഷം എനിക്കറിയാം, കീ എന്തെന്നാൽ, അതിന് പറയാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നത് കീ ഉപയോഗിക്കുന്നത്. അതായത് ഐ നോ ദാറ്റ് എന്നുള്ളതാണ്. ഐ നോ ദാറ്റ് യുവർ മാം കംസ് ഹിയർ ഓഫൺ എന്നുള്ളത്. ഐ നോ ദാറ്റ് യുവർ മാം കംസ് ഹിയർ ഓഫൺ, ആ ദാറ്റിൻ്റെ സ്ഥാനത്താണ് ഇവിടെ ഈ കീ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാവും. ഐ നോ ദാറ്റ് യുവർ മാം കംസ് ഹിയർ ഓഫൺ, ഇറ്റ് സെൽഫ് എന്നല്ല, ഹി എന്നുള്ള പറയുമ്പോൾ ഇറ്റ് സെൽഫ് എന്ന് ഉപയോഗിക്കാം. ഹി തന്നെ ഇറ്റ് സെൽഫ് എന്നുള്ള അർത്ഥത്തിലാണ്. എന്നിട്ട് മകൻ തുടരുകയാണ്, आपकी दुकान के बारे में हम लोग आपस में बात करते हैं. आपकी दुकान के बारे में, താങ്കളുടെ കടയെപ്പറ്റി, അല്ലെങ്കിൽ ആപ്കെ ബാരെ മേ, രണ്ടും പറയാലോ. താങ്കളെപ്പറ്റി അല്ലെങ്കിൽ ആപ്കി ദുക്കാൻ കെ ബാരെ മേ, താങ്കളുടെ കടയെപ്പറ്റി. അബൌട്ട് യുവർ ഷോപ്പ് എന്നുള്ള അർത്ഥമാണ് ആപ്കി ദുക്കാൻ കെ ബാരെ മേ, അബൌട്ട് യുവർ ഷോപ്പ്. ആപ്കി ദുക്കാൻ കെ ബാരെ മേ ഹം ലോഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ഹം ലോഗ് ഞങ്ങൾ, ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ഹം ലോഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ. ഹം ലോഗ് ആപസ് മേ പരസ്പരം ബാത്ത് കർത്തേ സംസാരിക്കാറുണ്ട്. അല്ലെങ്കിൽ ആപ്കി ദുക്കാൻ കെ ബാരെ മേ, താങ്കളുടെ കടയെപ്പറ്റി, മാം അമ്മ
മുജ്സെ എന്നോട് ബത്താതി ഹെ പറയാറുണ്ട്. എന്താ പറഞ്ഞാൽ ആപ്കി എന്ന് പറഞ്ഞാൽ താങ്കളുടെ, ആപ്കി ദുക്കാൻ, ദുക്കാൻ എന്നുള്ള സ്ത്രീലിംഗ പദമായതുകൊണ്ടാണ് ആപ്പിൻ്റെ ശേഷം കീ എന്ന് വന്നത്, അല്ലെങ്കിൽ ആപ്ക എന്നാണ് പറയുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് മെമ്മറിയിൽ വെക്കുന്നത് നല്ലതാണ്, ഒന്ന് ഓർമ്മിച്ചെടുക്കുന്നത് നല്ലതാണ്. സോറി. അപ്പോൾ ആപ്കി ദുക്കാൻ കെ ബാരേമേ, താങ്കളുടെ കടയെ പറ്റി, അബൌട്ട് യുവർ ഷോപ്പ്, താങ്കളുടെ കടയെ പറ്റി മാം അമ്മ മുജ്സെ എന്നോട് ബത്താതി ഹെ പറയാറുണ്ട് എന്ന് ഗ്രഹക്ക് അല്ലെങ്കിൽ മകൻ പറഞ്ഞു. ഓ ദുക്കാൻദാർ പറയുകയാണ്, അച്ഛാ മേരി ദുക്കാൻ കെ ബാരെ में आप लोग आपस में बात करते हैं. അച്ഛാ ശരി തന്നെയോ, മേരി ദുക്കാൻ കെ ബാരെ में, എൻ്റെ കട, മേരി എന്ന് പറഞ്ഞാൽ എൻ്റെ, ദുക്കാൻ എന്നുള്ള സ്ത്രീകളായതുകൊണ്ടാണ് മേരി എന്നത്, അല്ലെങ്കിൽ മേര മേര എന്നൊക്കെ ആയി മാറും. അപ്പോൾ അതിങ്ങനെ ഇടക്കിടക്ക് പറയുന്നത് എന്തിനാണ്, നമുക്കത് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്. നമുക്ക് സംസാരത്തിൽ അങ്ങനെ തന്നെ വരികയുള്ളൂ. പിന്നെ മേര മേരി ഏതും ഉപയോഗിക്കാം, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ദുക്കാൻ എന്നുള്ള സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ അല്ലെങ്കിൽ ഏകവചനാണോ ബഹുവചനാണോ നോക്കേണ്ട കാര്യം നമുക്കില്ല സംസാരത്തിലൊന്നും. അപ്പോൾ മകൻ ഈ ദുക്കാൻദാർ പറയുകയാണ്, അച്ഛാ ശരിയോ, മേരി ദുക്കാൻ കെ ബാരെ में आप लोग आपस में बात करते, എൻ്റെ കടയെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കാറുണ്ടോ? മേരി ദുക്കാൻ കെ ബാരെ में, എൻ്റെ കടയെ പറ്റി, മേരി എൻ്റെ, ദുക്കാൻ കെ ബാരെ में കടയെ പറ്റി, അബൌട്ട് മൈ ഷോപ്പ് എന്നുള്ളതിൽ മേരി ദുക്കാൻ കെ ബാരെ में ആപ്പ് ലോഗ്, ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ എന്നാണ്, ആപ്പ് ലോഗ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നുള്ള അർത്ഥമാണ്. രണ്ട് നമ്മളെ സ്പ്ലിറ്റേഴ്സ് അർത്ഥം പറയുകയാണെങ്കിൽ ആപ്പ് താങ്കൾ, ലോഗ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. പക്ഷെ ആപ്പ് ലോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് നമ്മൾ ആപ്പ് എന്ന് പറയും. അതുപോലെ തന്നെ ആപ്പ് ലോഗ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു കൂട്ടം ആളുകളുണ്ട്, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് എന്നതിലാണ്. അപ്പോൾ മേരി ദുക്കാൻ കെ ബാരെ में, എൻ്റെ കടയെ പറ്റി, ആപ്പ് ലോഗ് താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ, ആപ്പസ് മേ എന്ന് പറഞ്ഞാൽ പരസ്പരം മ്യൂച്വൽ എന്നുള്ള അർത്ഥത്തിലാണ്. ആപ്പസ് മേ പരസ്പരം ബാത് കർത്തേ ഹൈ സംസാരിക്കാറുണ്ടോ? അവിടെ ക്വസ്റ്റ്യൻ അടയ്ക്കുക എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ക്യാ ഉപയോഗിക്കാൻ പറയാം. ക്യാ മേരി ദുക്കാൻ കെ ബാരെ में, എൻ്റെ കടയെ പറ്റി, ആപ്പ് ലോഗ് നിങ്ങൾ, താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ, ആപ്പസ് മേ പരസ്പരം ബാത് കർത്തേ ഹൈ സംസാരിക്കാറുണ്ടോ? ബഹുത് ശുക്രിയ വളരെ നന്ദി, ബഹുത് ശുക്രിയ, അത് അങ്ങനെയാണല്ലോ, അപ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷമാണല്ലോ. അപ്പോൾ ബഹുത് ശുക്രിയ വളരെ നന്ദി, അല്ലെങ്കിൽ ധന്യവാദ്, ശുക്രിയ എന്ന് പറഞ്ഞാൽ നന്ദി, താങ്ക് യു എന്നുള്ള അർത്ഥമാണ്. ധന്യവാദി എന്നും ഉപയോഗിക്കാറുണ്ട്, ശുക്രിയ രണ്ടും മാറി മാറി ആളുകൾ ഉപയോഗിക്കാറുണ്ട്, രണ്ടിൻ്റെ അർത്ഥം നന്ദി തന്നെയാണ്. അപ്പോൾ ബഹുത് ശുക്രിയ അല്ലെങ്കിൽ ബഡി മെഹർബാൻ, ബഡി മെഹർബാൻ എന്ന് സാധാരണ സംസാരത്തിൽ ഉപയോഗിക്കുന്നതാണ് ബഡി മെഹർബാൻ. മെഹർബാൻ എന്ന് പറയുമ്പോൾ കാരുണ്യം എന്നുള്ള അർത്ഥമാണ്, കാരുണ്യം, വളരെ നല്ല കാരുണ്യപരമായ ജോലി, കാരുണ്യപരമായ ഒരു പ്രവൃത്തി എന്നുള്ള അർത്ഥത്തിലാണ്. അത് നമ്മൾ മലയാളത്തിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. നേരെ ഹിന്ദി ഭാഷയിലൊക്കെ ബഡി മെഹർബാൻ എന്നുള്ളത് സാധാരണ നമ്മൾ ബഡി മെഹർ, എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്ത് കൊടുത്താലൊക്കെ ബഡി മെഹർബാൻ എന്ന്, അല്ലെങ്കിൽ സഹായം ചെയ്തു തരുമോ എന്ന് ചോദിച്ചു കാണും, ബഡി മെഹർബാൻ തങ്ങളുടെ കാരണം കൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട്. എന്നിട്ട് ഇയാൾ ചോദിച്ചാണ്, കടക്കാരൻ ചോദിച്ചാണ്, അച്ഛാ ശരി, ക്യാ ചായേ, ശരി അപ്പോൾ ക്യാ ചായേ, എന്തൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ക്യാ ലേന ഹൈ, എന്തൊക്കെയാണ് എടുക്കേണ്ടത്. അപ്പോൾ കസ്റ്റമർ അവിടെ പറയുകയാണ്, സബ്ജിയാം സബ് കുച്ച് ഹേ തേരെ പാസ്, അല്ലെങ്കിൽ ആപ്കെ പാസ് സബ്ജിയാം സബ് കുച്ച് ഹേ, പച്ചക്കറികൾ എല്ലാം ഹേ ഉണ്ടോ, ആപ്കെ പാസ് താങ്കളുടെ അടുത്ത്, അല്ലെങ്കിൽ സബ്ജിയാം പൂരാ ഐറ്റം ഹേ, സബ്ജി എന്ന് പറഞ്ഞാൽ പച്ചക്കറി എന്നുള്ള അർത്ഥമാണ്, വെജിറ്റബിൾ, സബ്ജി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ, സബ്ജിയാം എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് എന്നുള്ള അർത്ഥത്തിലാണ് സബ്ജിയാം, സബ്ജി അല്ലെങ്കിൽ തർക്കാരി എന്നും പറയാറുണ്ട്. സബ്ജി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് ആ വാക്കുകളൊക്കെ, സബ്ജി എന്ന് പറഞ്ഞാൽ പച്ചക്കറി, തർക്കാരി എന്ന് പറഞ്ഞാൽ പച്ചക്കറി, സബ്ജി തർക്കാരി എന്ന് ഒരുമിച്ച് പറയാറുണ്ട് ചില ആൾക്ക്, സബ്ജി തർക്കാരി എന്ന് ഒരുമിച്ച് പറയാറുണ്ട്. അതൊക്കെ പച്ചക്കറി തന്നെ, സബ്ജി അല്ലെങ്കിൽ തർക്കാരി, സബ്ജി തർക്കാരി എല്ലാം പച്ചക്കറി തന്നെ. അപ്പം സബ്ജി പച്ചക്കറി, സബ്ജിയാം പച്ചക്കറികൾ, സബ്ജിയാം പച്ചക്കറികൾ, പൂര ഐറ്റം ഹേ, പൂര എന്ന് പറഞ്ഞാൽ എല്ലാം മുഴുവൻ എന്നുള്ളതാണ്, പൂര ഐറ്റം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുക ഐറ്റം. അപ്പോൾ സബ്ജിയാം പച്ചക്കറികൾ, പൂര ഐറ്റം ഹേ ആപ്കെ പാസ്, ഹേ എന്ന് പറഞ്ഞാൽ ഉണ്ടോ, ആണ് ആണോ, ഉണ്ടോ, ചോദ്യമാകുമ്പോൾ ഉണ്ടോ എന്ന്, ക്യാ എന്ന് ഉപയോഗിക്കാൻ പറയാം, ക്യാ സബ്ജിയാം പൂര ഐറ്റം ഹേ ആപ്കെ പാസ്, എന്താ പച്ചക്കറികളെല്ലാം എല്ലാ ഐറ്റവും ഉണ്ടോ താങ്കളുടെ അടുത്ത്. അപ്പോൾ ദുക്കാൻദാർ പറയുകയാണ്, അരേ യാർ ഏ ക്യാ അജീബ് ബാത്ത്, അരേ യാർ എടോ, സഹോദര അല്ലെങ്കിൽ സുഹൃത്തെ, സഹോദര എന്നല്ല സുഹൃത്തെ, എടോ, നമ്മൾ അടുത്ത ആളാണ് അരേ എന്ന് പറയുള്ളൂ. ദേഷ്യത്തിലും പറയും, അരയറുക്കോ എന്നൊക്കെ ദേഷ്യത്തിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അടുത്ത ആളെ, അതിൻ്റെ ഇടയിലുള്ള ഒരു ആളുകളായിട്ട് നമ്മൾ അരയൊന്നും ഉപയോഗിക്കാറില്ല, അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ അരേ യാർ എടോ ക്യാ അജീബ് ബാത്ത്, എന്തൊരു വർത്താനാണത്, അരേ യാർ ക്യാ അജീബ് ബാത്ത്, പൂര ഐറ്റം ഹേ മേരെ പാസ്, പൂര ഐറ്റം ഹേ ഇതർ, എല്ലാ ഐറ്റം ഉണ്ട്, ബേഹദ് തക്ക്, ഹദ് എന്ന് പറഞ്ഞാൽ
ഹദ് എന്ന് പറഞ്ഞാൽ ബൗണ്ടറി എന്നുള്ള അർത്ഥമാണ്. സീമ എന്നുള്ള അർത്ഥമാണ്. സീമ സീമ എന്ന് പറഞ്ഞാൽ ബൗണ്ടറി, ഹദ് എന്ന് പറഞ്ഞാൽ ബൗണ്ടറി. അപ്പോൾ ബേ ഹദ് തക്ക് എന്ന് പറഞ്ഞാൽ അറ്റമില്ലാതെ എന്ന് പറയുമ്പോൾ സംസാരം ഹിന്ദി ഭാഷയിൽ അങ്ങനെ ബേ ഹദ് തക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറില്ല, അങ്ങനെ ഉപയോഗിക്കാറില്ല അറ്റമില്ലാതെ എന്നുള്ളത്. അത് ബേ ഹദ് തക്ക് എന്ന് പറഞ്ഞാൽ പച്ചക്കറി ആയിട്ട് എന്തൊക്കെയുണ്ട് അതെല്ലാം എൻ്റെ കടയിലുണ്ട്, അതിലില്ലാതെ അറ്റമില്ലാതെ പച്ചക്കറി ആയിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എൻ്റെ കടയിലുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ബേ ഹദ് തക്ക് അല്ലെങ്കിൽ ബേ ഹദ് തക്ക് അറ്റം, അതായത് എല്ലാ ഐറ്റം ഉണ്ട്, അതിൽ നിന്ന് ബാക്കിയൊന്നും പുറത്തുണ്ടാവില്ല എന്നുള്ളതിലാണ്. അപ്പോൾ അരേ യാർ എടോ ക്യാ അജീബാത്തെ, എന്തൊരു വർത്തമാനമാണ്. അജീബ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആകുമ്പോൾ ഡയറക്റ്റ് മീനിങ് പറയുമ്പോൾ സ്ട്രേഞ്ച് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ വിചിത്രമായ, അത്ഭുതകരമായ എന്നൊക്കെ ഡയറക്റ്റ് മീനിങ് ആകുമ്പോൾ വിചിത്രമായ. അജീബ് എന്ന് പറഞ്ഞാൽ വിചിത്രം എന്നുള്ള അതാണ് ഡയറക്റ്റ് മീനിങ്, വിചിത്രം അല്ലെങ്കിൽ അത്ഭുതകരം എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ ക്യാ അജീബാത്ത് പറഞ്ഞാൽ എന്തൊരു വർത്താനം, നമ്മൾ പറയില്ല എന്തൊരു വർത്താനോടോ ഇത്, അതാണ് അരേ യാർ ക്യാ അജീബാത്ത്, എന്തൊരു വർത്താനോടോ ഇത്. അത് ഡയറക്റ്റ് മീനിങ് അതാണ് അരേ യാർ ക്യാ അജീബാത്ത്, ആടോ എന്തൊരു വർത്താനാണത്. ആ ഒരു കറക്റ്റ് അങ്ങനെയാണ്. അപ്പോൾ അരേ യാർ എടോ ക്യാ അജീബാത്ത്, എന്തൊരു വർത്താനമാണ്. പൂറ ഐറ്റം ഹേ മേരെ പാസ്, എല്ലാ ഐറ്റവും ഉണ്ട് എൻ്റെ അടുത്ത്. ബേഹദ് തക്ക് പൂറ ഐറ്റം ഹേ മേരെ പാസ് ബേഹദ് തക്ക്, അതായത് പച്ചക്കറിയിലായിട്ടുള്ള എല്ലാ ഐറ്റവും ഉണ്ട് എന്നർത്ഥം. ബേഹദ് തക്ക് അറ്റമില്ലാതെ എന്നുള്ള അർത്ഥമാണ് ബേഹദ് തക്ക്. ആപ് ജോ ചാഹിയെ വോ ബതായിയെ ബസ്, ആപ് അല്ലെങ്കിൽ തുമേം നിങ്ങൾക്ക്, തുമേം ജോ ജോ ചാഹിയെ വോ ബതായിയെ ബസ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇയാൾ പറയാം ടീക്ക് ഹെ മേ ഖാലി ബാത് ബോൽ ദിയ ബസ്. അപ്പോൾ ഗ്രാഹക് പറയുകയാണ്, മകൻ പറയുകയാണ് ടീക്ക് ഹെ മേ ഖാലി ബോൽ ദിയ ബസ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്, അല്ലെങ്കിൽ മൈ യൂഹി ബോലാ ബസ്, ഞാൻ വെറുതെ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് അതൊക്കെ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞത്. ടീക്ക് മൈ ഖാലി ബാത് കിയ ബസ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്, അല്ലെങ്കിൽ മൈ യൂഹി ബോലാ ബസ്, അല്ലെങ്കിൽ യൂഹി ബതായ ബസ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ ദുക്കാൻദാർ പറയുകയാണ്, കച്ചവടക്കാരൻ പറയുകയാണ് കോയ് ബാത്ത് നെയ് കോയ് ബാത്ത് നെയ്, അത് പ്രശ്നമില്ല, സാരമില്ല, പ്രശ്നമില്ല, അവോയ്ഡ് ഇറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. കോയ് ബാത്ത് നെയ് കുഴപ്പമില്ല എന്നുള്ള, നമ്മൾ കുഴപ്പമില്ല അറിയില്ല, കുഴപ്പമില്ല എന്ന് നമ്മൾ പറയില്ല, അതിനാണ് കോയ് ബാത്ത് നെയ്. കോയ് ബാത്ത് അതൊരു പ്രശ്നമാക്കണ്ട എന്നുള്ളതിന്, വിഷയമാക്കണ്ട, വിഷയമല്ല, അങ്ങനെയുള്ള അർത്ഥം. ആ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് കോയ് ബാത്ത് നെയ് എന്ന് പറയാം. പ്രശ്നമില്ല, സാരമില്ല, പ്രശ്നമാക്കാണ്ട, ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് കോയ് ബാത്ത് നെയ് എന്ന് പറയും. കോയ് ബാത്ത് നെയ് പ്രശ്നമൊന്നുമില്ല, അല്ല വിഷയമാക്കേണ്ട എന്നുള്ളത്. അപ്പോൾ ദുക്കാൻദാർ എന്ന് പറഞ്ഞത് കോയ് ബാത്ത് നെയ്, ഒരു ഓക്കെ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല. ക്യാ ക്യാ ചായേ ബത്തായിയെ, ക്യാ ക്യാ ചായേ ബത്തായി, ക്യാ ക്യാ ചായേ എന്തൊക്കെയാണ് വേണ്ടത്, നമ്മൾ പഠിച്ചതാണ് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ക്യാ ക്യാ ചായേ എന്തൊക്കെയാണ്, ബത്തായിയെ ബസ് പറഞ്ഞാലും എന്നാണ്. ബത്തായിയെ ബത്താരാന്ന് പറഞ്ഞാൽ പറയുക, ബത്തായിയെ പറഞ്ഞാലും. അപ്പോൾ ഗ്രഹക്ക് പറയുകയാണ് മൈനെ പർച്ചിലെ ആയാ ഹെ, മൈനെ ഞാൻ, പർച്ചിലെ ആയാ ഹെ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. മൈനെ പറിച്ചിലെ ആയ, നമ്മൾ മൈ എന്ന ഇതിൻ്റെ കൂടെ നെ എന്ന് ചേർത്ത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഒരുപാട് തവണ പഠിച്ചതാണ്. പറിച്ചില്ലേ ആയാഹെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് ഭൂതകാലമാണ്, കൊണ്ടുവന്നിട്ടുള്ളത് ക്രിയയുമാണ്. അപ്പോൾ ആ ഭൂതകാലമാണ്, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അറിയാത്തൊരു ആ ക്ലാസ് പോയി കാണുക. പിന്നെ മൈനെ പറിച്ചിലെ ആയാഹെ, അതായത് എന്തുകൊണ്ടാണ് എന്നെ ഉപയോഗിച്ചത്. അപ്പോൾ മൈനെ പറിച്ചിലെ ആയാഹെ, ഞാൻ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പറിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഷീറ്റ് എന്ന് പറയില്ല, അല്ലെങ്കിൽ സ്ലിപ്പ് എഴുതി നമ്മൾ പച്ചക്കറികൾ എഴുതെടുത്ത കടലാസിൻ്റെ സ്ലിപ്പ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ പറിച്ച് എന്ന് പറയുന്നത്. പറിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ലിപ്പ്, നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ സ്ലിപ്പ്, ഷീറ്റ്, കടലാസിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് എഴുതിയെടുത്ത്, അതിനൊക്കെ നമുക്ക് ആ സ്ഥലത്തൊക്കെ നമുക്ക് പറിച്ച് എന്ന് ഉപയോഗിക്കാം, പറിച്ച്. അപ്പോൾ ഗ്രാഹക കസ്റ്റമർ പറയുകയാണ് മേനെ പറിച്ചില്ലായ ഞാൻ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ലിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ദുക്കാൻദാർ പറയുകയാണ്, കച്ചവടക്കാരൻ പറയാം ദിഗായി എന്നാണ് ഷോമി എന്നുള്ളതാണ്, കാണിച്ചാലും, ദിഗായിയെ കാണിച്ചാലും, അല്ലെങ്കിൽ ദീജിയെ തന്നാലും, ഗീമി ഷോമി ദി ഗീമി, ആ അർത്ഥത്തിലാണ് ദിഗായിയെ ഷോമി ദീജിയെ ഗീമി, ആ ഒരു അങ്ങനെയാണ്, അത്ര മാറ്റമുള്ളൂ. അപ്പോൾ ദിഗായിയെ കാണിച്ചാലും അല്ലെങ്കിൽ ദീജിയെ തന്നാലും മൈ ഏക്ക് ലൂങ്ക, ഞാൻ ഓരോന്നായിട്ട് എടുക്കാം. മൈം ഞാൻ ഏക്ക് ഓരോന്നായിട്ട് ലൂങ്ക എടുക്കുക, ലേന എടുക്കുക, ലേഖ എടുക്കുക, മൈം എന്നുള്ള അർത്ഥത്തിൽ ലൂങ്ക എടുക്കാം, ഞാൻ എന്നുള്ള നമ്മൾ ലൂങ്ക എടുക്കാം. അപ്പോൾ മൈനെ മൈ ഏക്ക് ലൂങ്ക, അപ്പോൾ ദീജിയെ പറിച്ച് തന്നാലും മൈ ഏക്ക് ലൂങ്ക, ഞാൻ ഓരോന്ന് എടുക്കാം. അപ്പോൾ इन्नते क्लास ने समय അവസാനിച്ചിരിക്കുന്നു തോന്നുന്നു. मुझे लगता है कि आज का क्लास का टाइम भी इधर खत्म हो गया. अगर मौका मिलेगा तो अगला क्लास में फिर भी मिलेंगे. तब तक धन्यवाद, शुक्रिया, खुदा हाफिज़.